ഓട്ടോ ചേട്ടൻ തിരിച്ചോ സിബസ് പറഞ്ഞിട്ടില്ലേ ഓഫായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. ദിസ് ഇസ് യുവർ ഇഷ്ടമുള്ള ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു കുണ്ടും കുഴി നിറഞ്ഞ റോട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളം ഇങ്ങനെ തന്നെയാണ് ഇവിടെ. പുതിയ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഗുരുവായൂർ ചാവക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഡ്രൈവിംഗ് സ്കിൽസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലേ, കുഴികൾ കുഴിക്കൽ കുഴിക്കൽ അതേർത്തൊക്കെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. മഴ കുറച്ച് കുറവുണ്ട് ഗൈസ്. രാവിലെ നല്ല മഴയായിരുന്നു. ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയുടെ ചെറിയ ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. നേരെ പോകണ്ടോ അല്ലേ? പോകാം. എല്ലാവരും കയറി ത്രിബിളൊക്കെ വെച്ചിട്ടാണ് അവിടെ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ല, ഓവർടേക്ക് തരോ? വേണ്ട, ഇന്ന് കലാപരിപാടികളൊന്നും ഇല്ല. ഒരു ചേട്ടൻ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് അവർ കലാപരിപാടി തുടങ്ങിയിട്ട് ഇൻഡിക്കേറ്ററിന് ഇടാണ്ട് സൈഡ് ഒതുക്കി. ബാഗ് കൊണ്ട് ഇടിയൊന്നും നടന്നില്ല. ആ ചേട്ടൻ ഓവർടേക്ക് ഇത് പോണ്ട് റോങ് സൈഡ് കൂടെ. ഈ ഏരിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ച് കൊണ്ട് പോയി കഴിഞ്ഞാൽ കോടതിയാണ്. അപ്പോൾ കോടതി ഭാഗത്ത് നമ്മൾ ഹോൺ അടിക്കാൻ പാടില്ല എന്നാണ് നിയമം അല്ലേ? ചാവക്കാട് കോടതി. അയ്യോ, ചേച്ചി ക്രോസ് ചെയ്യാൻ നിൽക്കാറുന്നില്ല. ഈ ഏരിയ ഭയങ്കര ഒരു കൺജസ്റ്റഡ് റോഡാണ്. കണ്ടില്ലേ? KSRTC ബസ് കണ്ടില്ലേ? ഓഫായി. ആ വണ്ടി ബ്രേക്ക് പിടിച്ചതാ. നമ്മൾ ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി ഓഫായി. KSRTCനെ കുറ്റം പറയാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാരൻ ബ്രേക്ക് പിടിച്ച റോങ് സൈഡിൽ ഈ കാറുകാരൻ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ആൾ മാന്യമായിട്ട് ലൈനിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. ചിലർ ലൈനും കടന്ന് ഇങ്ങോട്ട് കയറി നിൽക്കാറുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 റോഡ് പൊതുവെ ഒരു വീതി കുറഞ്ഞ റോഡാണ്. പക്ഷേ നല്ല തിരക്കുള്ള റോഡാണ്. പ്രധാനപ്പെട്ടൊരു ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യാതെ വഴിയില്ല. അപ്പുറത്ത് വേറെ ബൈക്കുകാരുണ്ട്. അത് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല. അതിന് അധികം സ്പീഡൊന്നും വരുന്നില്ല ഓവർടേക്കിങ്. ലോട്ട്സ് ഓഫ് സെക്കൻഡ് ബൈക്സ്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് പാലൂരാണ്. പാലൂർ പള്ളിക്കാണ് പോകുന്നത്. ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ദുക്രാന പെരുന്നാളാണ്. അപ്പോൾ ചേട്ടൻ ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി. ഹിമാലയൻ സ്ക്രാമ്പിളല്ല, BMW ബസ് വരുന്നു ഗേസ്. പാലൂർ പള്ളി എത്തിയോ? സോ ഫാസ്റ്റ്. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുവാണ്. അപ്പോൾ നമുക്ക് പള്ളി പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുകയാണല്ലോ. അങ്ങനെ നമ്മുടെ പാലൂർ പള്ളിയിലെ കുർബാന കണ്ടു. അങ്ങനെ പാലൂർ പള്ളിയിൽ നിന്ന് ദുഃഖാന തിരുനാളാണ്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് നമ്മൾ ഊട്ടിക്ക് കഴിച്ച് പിന്നെ അവിടുത്തെ തളിയേക്കളും അതുപോലെ തന്നെ തോമസിലെ ബോട്ടുകളും മ്യൂസിയമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചു പോന്നിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ മുമ്പ് ഡയറക്റ്റ് പോകാൻ പറ്റുമായിരുന്നു. അവിടെ നിന്നുള്ള വഴി വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ കറങ്ങി വേണം പോകാൻ. അങ്ങനെ ബൈക്കാർക്ക് പോകാൻ പറ്റുന്ന തോന്നുന്നു. ചില സ്കൂട്ടറൊക്കെ പോയിരുന്നു. നോ എൻട്രി വെച്ചിട്ടുണ്ട്, അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടി തന്നെ പോകാം. ഇതാണ് കുട്ടുങ്ങൽ ചതുര. അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് പരിപാടികൾക്ക് നടക്കുന്ന സ്ഥലം. കുട്ടുങ്ങൽ ചതുരം ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്തുള്ളൂ. നൈസ് മരം അല്ലേ? ഇതിപ്പോൾ നല്ല ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് ആയിട്ടാണ് ഈ വീഡിയോ വരിക. റോഡ് ഭയങ്കര മോശമാണല്ലോ. എത്ര കാലമായാലും ഇങ്ങനെ തന്നെ ഈ റോഡ്. വീണ്ടും ടാർ ചെയ്താണ്, പക്ഷെ വീണ്ടും ആ കോളായിട്ട് എടുക്കുന്നുണ്ട് മഴ പെയ്തപ്പോൾ. ഈ വഴി അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കൊച്ചി, കൊടുങ്ങല്ലൂർ, കൊച്ചി ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കുന്നംകുളം ഗുരുവായൂർ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചാവക്കാടുന്നുള്ളത്. ഇവിടെ മൊത്തം ആൾക്കാർ തിരക്കാണ്. വാഹനങ്ങൾ തിരക്ക് കാണാമല്ല, ആൾക്കാർ തിരക്കുണ്ട്. ഇവിടെ കുറേ തുണിക്കടകളും ജ്വല്ലറി. ഓട്ടോ ചേട്ടൻ തിരിച്ചോ? ഇത് ചാവക്കാട് നഗരസഭ പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്താണ്. ഇതാ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ.
TT ദേഴ്സി, ജോസ്കോ, അതെ ജ്വല്ലറികളുടെ സ്ഥലമാണ് ഇവിടെ. ജോസ്കോ, TT ദേഴ്സി, പിന്നെ മലബാർ ഗോൾഡ്, ചെമ്മണ്ണൂര്, അങ്ങനെ പല പല ജ്വല്ലറികളുണ്ട്. അത് TT ദേഴ്സിയാണ് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ടീം. ബാക്കിയുള്ളവരൊക്കെ വന്ന് പിന്നീട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇത് നമ്മൾ പൊതിച്ചോറ് മേടിച്ച കേട്ടോ. പാലൂർ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ചാണ്. തോമസ് ലീഹ, യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയാണ്. ഫസ്റ്റ് മുസീരീസ് തുറമുഖത്താണ് വന്നിട്ടുണ്ടാവുക പണ്ട് കാലത്ത്. അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് എന്തോ പ്രളയമോ എന്തോ കടലേറ്റം എന്തോ ഉണ്ടായിട്ട് ആ നഗരം മൊത്തം പോയി. അപ്പോൾ ആ പള്ളി നശിക്കപ്പെട്ടു. ഇപ്പോൾ നിലവിലുള്ള ഒരു ഏറ്റവും പഴക്കമുള്ള പള്ളി എന്ന് പറയുന്നത് ഇപ്പോൾ പാലൂർ തന്നെയാണ്. വേറെയും പള്ളികളുണ്ട്, ഒരു 7-7.5 പള്ളി എന്നൊക്കെ പറയുന്ന പോലെ പള്ളികളുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്ഥാപിച്ചത് പാലൂരാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് നമ്മളിന്ന് തോമസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ച ദിവസമാണ്. അപ്പോൾ ഇവിടെ അല്ല, ചെന്നൈ സ്ഥലത്ത് വെച്ചിട്ട് കൊല്ലപ്പെടുകയുണ്ടായി, രക്തസാക്ഷിത്വം വഹിക്കുക. അപ്പോൾ അതിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അതാണ് ദുഃഖറാനായിട്ട് ആഘോഷിക്കണം. ഇത് സീബ്ര ലൈൻസൊക്കെ മാഞ്ഞു പോയി തുടങ്ങി. പുതുക്കി വരയ്ക്കേണ്ടതില്ലോ സാറുമാരെ. അത് സ്കൂൾ സോണാണ്. സീബ്ര ലൈനൊന്നും കാണാനേ ഇല്ല. ഗുരുവായൂർ പിന്നെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററല്ലോ, കുറച്ചാണ്ട് ഉള്ളിൽ പോകണം. നമ്മളിങ്ങനെ നേരെ അങ്ങനെ പോകും. നമുക്ക് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരി ഗൈസ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ ബൈ.